എല്ലാവർക്കും നമസ്കാരം. ഞാൻ അഖില ടിബിൻ. നിങ്ങൾ ഇറ്റലിയിലേക്കുള്ള റിയൽ മൈഗ്രേഷൻ ആഗ്രഹിക്കുന്നയാളാണോ? എങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്കായി ഉള്ളതാണ്. ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്ന വിഷയം ചിലരുടെയൊക്കെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ളതായിരിക്കും. നിങ്ങൾ ഇറ്റലിയിലേക്ക് വിസിറ്റിംഗ് വിസയിലെത്തി, ശേഷം ഇല്ലീഗലായി ജോലി കണ്ടെത്തി. അത് തുടർന്നു കുറച്ചു കാലത്തിന് ശേഷം നിങ്ങൾക്കിപ്പോൾ ഒരു സ്പോൺസറിനെ കിട്ടിയിരിക്കുന്നു. അവർ നിങ്ങളെ നിയമപരമായി ജോലിയിൽ എടുക്കാൻ തയ്യാറുമാണ്. എങ്കിലിതാ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഒരുപാട് വ്യൂവേഴ്സിന്റെ ജെനുവിൻ പ്രശ്നം തന്നെയാണ് അഡ്രസ് ചെയ്യുന്നത്. ഇല്ലീഗലായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഇനി ലീഗലായി ഫ്ലൂസി വിസ ലഭിക്കുമോ? അപ്പോൾ ഇതിനെക്കുറിച്ച് കൃത്യമായി തന്നെ അറിയാം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ക്ലിയർ ഗൈഡൻസോടെ. ഇതിൽ നോക്കാം സ്പോൺസർ ഉള്ളവർക്ക് വേണ്ട ഡോക്യുമെന്റ്സുകൾ എന്തൊക്കെയാണ്. അതും റിയൽ ലൈഫ് എക്സാമ്പിളിലൂടെയാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് പോകുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഇനി ഇതുപോലെയുള്ള ഇറ്റലിയുടെ റിയൽ വിവരങ്ങൾ ലഭിക്കുന്നതിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടെ വീഡിയോ ലൈക്ക് ചെയ്യുക. ഒപ്പം ആ കമന്റ് ബട്ടണിൻ്റെ അടുത്തുള്ള ഹൈപ്പും കൂടി ഒന്ന് അമർത്തണേ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഒരു വ്യൂവറിന്റെ ജെനുവിൻ ആയിട്ടുള്ള റിയൽ ലൈഫ് ചോദ്യത്തിനുള്ള ഉത്തരം തന്നെയാണ്. അദ്ദേഹം ഇറ്റലിയിൽ ഒരു ഏജൻസി മുഖേന വിസിറ്റിംഗ് വിസയിൽ എത്തുകയായിരുന്നു. ആദ്യത്തെ കുറെ ആഴ്ചകളിൽ ജോലി കിട്ടാതെ അലഞ്ഞു. ഒടുവിൽ കെയർ ഹോം ജോലി കിട്ടി. പക്ഷേ ഇപ്പോൾ കോൺട്രാക്ട് ഇല്ല, സാലറി കുറവാണ്, പേപ്പേഴ്സ് ഒന്നും തന്നെ ഇല്ല. ഒടുവിൽ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി തിരിച്ചറിഞ്ഞപ്പോഴേക്കും ഇല്ലീഗലായി ജോലി ചെയ്യുന്നയാള് എന്ന തലത്തിലേക്ക് മാറിക്കഴിഞ്ഞിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ അവരെൻ്റെ അടുത്ത് ചോദിച്ചിരുന്നത്, ഇപ്പോൾ അവർക്കൊരു സ്പോൺസറുണ്ട്, അവരെന്നെ ജോലിക്ക് നിയമപരമായി കൊണ്ടുവരാനും തയ്യാറാണ്. എനിക്കിനി ഫ്ലൂസി വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടത്? ഇനി എങ്ങനെ എനിക്ക് ലീഗലായി ഇറ്റലിയിൽ ജോലി ചെയ്യാം? ഞാൻ ഇപ്പോഴും ഉള്ളത് ഇറ്റലിയിൽ തന്നെയാണ്. ഇത് ശരിക്കും ഒരാളുടെ ചോദ്യം മാത്രമാണോ? ഇറ്റലിയിൽ ജോലി ചെയ്യുന്നതിൽ ആയിരക്കണക്കിന് മലയാളികൾ നേരിടുന്ന ഒരു പ്രശ്നം തന്നെയല്ലേ? ഏജൻസി മുഖേന വിസിറ്റിംഗ് വിസയിൽ ഇറ്റലിയിലെത്തുന്നു, പിന്നീട് ഒരുപാട് കഷ്ടപ്പെട്ട് എന്തെങ്കിലും ഒരു കോൺട്രാക്റ്റ് ഇല്ലാത്ത ഒരു ജോലി കണ്ടുപിടിക്കുന്നു, പിന്നീട് ലോയൊന്നും അറിയാതെ തന്നെ ഇല്ലീഗലായിട്ട് ജോലി ചെയ്യാൻ ആരംഭിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിലൂടെ നിങ്ങൾക്ക് നേരിടേണ്ടി വരിക കഠിനമായ ഓവർ ടൈം ജോലികൾ, കൃത്യമായ ഒരു സാലറിയോ റെസ്റ്റിംഗ് ടൈമോ ഒന്നും ലഭിക്കില്ല, പിന്നെ നല്ലൊരു കോൺട്രാക്റ്റ് ഉണ്ടാവില്ല, ഹെൽത്ത് ഇൻഷുറൻസുകൾ ഒന്നും തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല, പേപ്പർ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് പെർമിസോ ചെയ്യാൻ കഴിയുന്നില്ല. പിന്നെ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക ഫിയർ ഓഫ് ഇമിഗ്രേഷൻ, അത് പോലീസിന്റെ. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെയല്ല. നിങ്ങൾക്കൊരു സ്പോൺസർ ഉണ്ട്, ഇറ്റലിയിലെ നിയമപരമായി ജോലി ചെയ്യാൻ അവസരമൊരുക്കുന്ന ഒരു തൊഴിലുടമയുണ്ട്. എന്നാൽ ഫ്ലൂസി വഴി അതിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുമോ? ഇനി അവർക്ക് ലീഗലായി മാറാനും സാധിക്കുമോ? ഇതിനുള്ള ഉത്തരത്തിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് നോക്കാം യഥാർത്ഥത്തിൽ എന്താണ് ഈ ഫ്ലൂസി എന്ന്. ഫ്ലൂസി എന്നത് ശരിക്കും ഇറ്റാലിയൻ ഗവൺമെന്റിന്റെ ഇയർലി ഇമിഗ്രേഷൻ പ്രോഗ്രാമാണ്. ഈ ഒരു സിസ്റ്റം മുഖേന ഇയർലി ബേസിസിൽ നോൺ യൂറോപ്യൻ കൺട്രീസിലെ വർക്ക് വിസകൾ ഇറ്റലി അനുവദിക്കുന്നു. ഇതിന്റെ ഒഫീഷ്യൽ നെയിമാണ് ഡെക്രത്തോൺ ഫ്ലൂസി എന്നത്. ഇത് ഓരോ വർഷവും നിശ്ചിത കോട്ടയായിട്ടായിരിക്കും അനുവദിക്കുക. അപ്പോൾ ഈ ഒരു ഫ്ലൂസി വിസയുടെ മെയിൻ 2 കാറ്റഗറി വരുന്നത്, ആദ്യത്തേത് സീസണൽ വർക്കേഴ്സിനായിട്ടുള്ളത്. അത് അഗ്രികൾച്ചറിലേക്ക്, ടൂറിസം, ഫുഡ് പാക്കിങ് ഇങ്ങനെ തുടങ്ങിയ ജോലികൾക്കായിട്ട്. അവർക്ക് കോൺട്രാക്ട് വരിക 6 മാസം മുതൽ 9 മാസം വരെയാണ്. ഇതിൻ്റെ പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ തിരിച്ചു പോരുകയും ചെയ്യണം. ഇനി രണ്ടാമത്തേത് വരുന്നത് ലോങ് ടൈമിലേക്ക് വരുന്നത് ഹോം കെയർ, ക്ലീനിങ്, റെസ്റ്റോറൻറ്റ്, ഹോട്ടൽ, ഫാക്ടറി ഇങ്ങനെ തുടങ്ങിയ ജോലികൾക്കായിട്ട്. ഇതിൽ ഇവരുടെ കോൺട്രാക്റ്റിൻ്റെ പീരീഡ് വരിക 1-2 വർഷങ്ങളായിരിക്കാം. പെർമിസോ ദി സൊജോർണോ അപ്ഡേറ്റ് ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് തുടരാവുന്നതുമാണ്. ഇതിൽ പൊതുവെ മലയാളികൾ സെലക്ട് ചെയ്യുക രണ്ടാമത്തെ കാറ്റഗറി ലോങ് ടൈമിലേക്കുള്ള ഹോം കെയർ ജോലികൾ, ഹോട്ടൽ, റെസ്റ്റോറൻറ്റ് ഇങ്ങനെ തുടങ്ങിയ ജോലികൾക്ക് വേണ്ടിയിട്ടാണ് ഫ്ലൂസി മുഖേന സ്പോൺസർ വഴി അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇതിൽ ഫ്ലൂസി വിസയുടെ ഡേറ്റുകൾ, അതായത് 2026 ഡേറ്റും മറ്റു പ്രഖ്യാപനങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് നമ്മുടെ ചാനലിൽ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞിട്ടില്ലാത്തവരാണെങ്കിൽ ആദ്യം തന്നെ ആ വീഡിയോകളൊക്കെ ഒന്ന് കണ്ടു നോക്കൂ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, കാണാൻ മറക്കരുത്. ഈ ഒരു ഫ്ലൂസി വിസ ലഭിക്കുന്നതിന് മെയിനായിട്ട് വേണ്ട ഒരാളാണ് സ്പോൺസർ. ഇങ്ങനെ ഒരു സ്പോൺസർ ചെയ്യാൻ തയ്യാറായ ഒരാളുണ്ടായാൽ അങ്ങനെയുള്ള വ്യക്തി അല്ലെങ്കിൽ ആ ഒരു കമ്പനി അവർക്ക് പർത്തീത്ത് ഈവ ഉണ്ടായിരിക്കണം. അതായത് ടാക്സ് രജിസ്ട്രേഷൻ ചെയ്തയാളായിരിക്കണം. ഇനിയുള്ളത് നിങ്ങളുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ ഇറ്റാലിയൻ ഗവൺമെന്റിലൂടെ ക്ലിയർ ആക്കുക. പിന്നീട് ആ വ്യക്തിക്ക് വേണ്ടതായ നുള്ളോസ്തയ്ക്ക്, അതായത് വർക്ക് പെർമിറ്റിനായി അപ്ലൈ ചെയ്യണം.
ഇനി അടുത്തത് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നയാൾ. ഇപ്പോൾ അത് നിങ്ങളായിട്ട് സങ്കല്പിക്കുക. നിങ്ങൾ നിങ്ങളുടെ നാട്ടിലുള്ള ഇറ്റാലിയൻ എംബസിയിൽ പോയി വിസയ്ക്ക് അപ്ലൈ ചെയ്യണം. ശേഷം നിങ്ങൾക്ക് വിസ കിട്ടിയാൽ ഇറ്റലിയിൽ ലീഗലായി തന്നെ തിരിച്ചെത്താം. പെർമേസോ ദി സൊജോർണ് എടുക്കുകയും ചെയ്യാം. പിന്നെ നിയമപരമായി ജോലി ആരംഭിക്കാം. ഇതിൽ ഫ്ലൂസി വഴി അപ്ലൈ ചെയ്യുന്നത് ഇറ്റലിയിൽ നിന്നല്ല, മറിച്ച് ആപ്ലിക്കൻ്റ് സ്വന്തം രാജ്യത്ത് നിന്നുള്ള വിസ പ്രോസസ്സിലൂടെയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇറ്റലിയിൽ നിന്ന് പുറത്തു പോവുക, പിന്നെ സ്പോൺസർ വഴി അപ്ലൈ ചെയ്ത് വീണ്ടും ഇറ്റലിയിലേക്ക് ഒഫീഷ്യലായിട്ട് എത്താം. അതിന് ഫ്ലൂസി വഴി നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു ചാൻസ് ഉണ്ടാവും. കറണ്ട് സിസ്റ്റം ഫോളോ ചെയ്യേണ്ടതാണ്. സ്പോൺസർ ഉണ്ടെങ്കിലും നിങ്ങളിപ്പോൾ ഇറ്റലിയിൽ ഇല്ലീഗലായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ഈ ഒരൊറ്റ കാരണം മതി നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവാൻ. അതുകൊണ്ട് റിയാലിറ്റി മനസ്സിലാക്കുക, അതനുസരിച്ച് മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്കൊരു സ്പോൺസറിനെ ലഭിച്ചു. അത് ചിലപ്പോൾ ഒരു കമ്പനി ആയേക്കാം, ഒരു വ്യക്തി ആയേക്കാം. ആ ഒരു വ്യക്തിക്ക് ഉണ്ടായിരിക്കേണ്ടത് എന്തൊക്കെയാണെന്ന്. അതിലാദ്യത്തേത് സ്പിഡ് ID, ഇറ്റലിയിലെ ഡിജിറ്റൽ ഐഡന്റിറ്റി സിസ്റ്റം. ഈ ഒരു ഫ്ലൂസി വിസ പോർട്ടൽ ആക്സസ് ചെയ്യാൻ ഇത് നിർബന്ധമാണ്. ഇനി രണ്ടാമത്തേത് PEC ഇമെയിൽ, പോസ്റ്റോ ഇലക്ട്രോണിക്ക സർട്ടിഫിക്കാത്ത. ഇതാണ് ഇറ്റലിയിലെ ഒഫീഷ്യൽ ലീഗൽ ഇമെയിൽ സിസ്റ്റം. ഗവൺമെൻറ് അപ്രൂവൽസ് ഇതിലൂടെയാണ് വരുന്നത്. ഇനി മൂന്നാമതായിട്ടുണ്ടായിരിക്കേണ്ടത് പർത്തീത്ത ഇവ. ഇനി അതല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനി രജിസ്ട്രേഷൻ. ഇനി 4 ഇൻകം പ്രൂഫ്. ഇതിലൂടെ സ്പോൺസറിൻ്റെ ലാസ്റ്റ് ഇയർ ഇൻകം ഡിക്ലറേഷൻ കാണിക്കണം. ഇനി വേണ്ടത് നിങ്ങളുടെ കമ്പനിയുടെ ലീഗൽ സ്റ്റാറ്റസ്, രജിസ്ട്രേഷൻ നമ്പർ, ആക്ടിവിറ്റി ഡീറ്റെയിൽസ് ഇതെല്ലാം കാണിക്കണം. ഒപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം ഇവയെല്ലാം അപ്ഡേറ്റ് ചെയ്തവയായിരിക്കണം. ഇനി വേണ്ടത് ഹൗസിംഗ് സർട്ടിഫിക്കറ്റ്. വർക്കേഴ്സിന് ഇറ്റലിയിൽ താമസിക്കേണ്ടതിനാണ് ഇത്. അടുത്തത് നുള്ളോസ് ആപ്ലിക്കേഷൻ. ഇനി അടുത്തത് സെൻറ്റർ ഓഫ് എംപ്ലോയ്മെന്റ് ഡിക്ലറേഷൻ. ഇതിലൂടെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ലോക്കൽ ജോബ് സെന്ററിൽ നിന്ന് അവിടെ ഈ ഒരു ജോലി ചെയ്യാൻ ഇറ്റാലിയൻ ജീവനക്കാരില്ല എന്ന് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് മാത്രമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിരിക്കുക. മാത്രമല്ല, ഈ ഒരു സ്പോൺസർ എന്ന കാര്യം നിങ്ങൾ സീരിയസ് ആയിട്ട് തന്നെ എടുക്കുക. ഒരിക്കലും നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒന്നും ഇതിലേക്ക് നിർത്തരുത്. ഇതിന്റെ ലീഗൽ റെസ്പോൺസിബിലിറ്റീസ് ഒന്നും കൃത്യമായിട്ടല്ല നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ വിസ റിജക്റ്റ് ആവാൻ ഈ ഒരു കാരണം മാത്രം മതി. ഇനി നോക്കാം ആപ്ലിക്കന്റിന് ഉണ്ടായിരിക്കേണ്ട ഡോക്യുമെന്റുകൾ. ഇതിൽ ആദ്യത്തേത് വാലിഡ് ആയിട്ടുള്ള ഒരു പാസ്പോർട്ട്. ഇതിന് കുറഞ്ഞത് 6 മാസമെങ്കിലും വാലിഡിറ്റി ഉണ്ടായിരിക്കണം. ഇനി നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോസ്. ഇനി വേണ്ടത് വിസ ആപ്ലിക്കേഷൻ ഫോം, അത് മോഡുലോ ഡി. പിന്നെ ഉണ്ടായിരിക്കേണ്ടത് നിങ്ങളുടെ നുള്ളോസ്ത കോപ്പി. പിന്നെ വേണ്ടത് നിങ്ങളുടെ ക്രിമിനൽ റെക്കോർഡ് സർട്ടിഫിക്കറ്റ്. ഇത് ചില സമയങ്ങളിൽ ഇറ്റലിയുടെ എംബസി നിങ്ങളുടെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കാറുണ്ട്. അപ്പോൾ ഇത് ക്ലിയർ ആയിരിക്കണം. ഇനി വേണ്ടത് നിങ്ങളുടെ പ്രീ കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെൻറ്റ്. അതായത് നിങ്ങൾ ഈ പറയുന്ന സ്പോൺസറുമായിട്ട് നേരത്തെ ജോലി ചെയ്തതിൻ്റെ അതിൻ്റെ സാലറി, ജോബ് കോൺട്രാക്റ്റ്, അങ്ങനെ എന്തെങ്കിലും, അതായത് വർക്കിംഗ് അവേഴ്സ്, ലൊക്കേഷൻ, ഇങ്ങനെയുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുവാണെങ്കിൽ അത് നല്ലതായിരിക്കും. ഇനി ലാസ്റ്റ് വേണ്ടത് നിങ്ങളുടെ ട്രാവൽ പ്ലാന് പ്ലസ് വിസ അപ്പോയിൻമെൻറ്റ്. നിങ്ങളുടെ എംബസിയിലേക്കുള്ള ബയോമെട്രിക്സും സബ്മിഷനും ഒരുക്കുന്ന തീയതികൾ സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന 2 കാറ്റഗറിയിലുള്ള ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ പ്രൊഫഷണലായിട്ട് ക്ലിയറായി തന്നെ നിങ്ങൾ ഒരുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്ലൂസി വിസ കിട്ടാൻ വളരെ എളുപ്പമായിരിക്കും. ഇനി ഞാൻ നമ്മുടെ ചാനലിലേക്ക് വന്ന ആ ജെനുവനായിട്ടുള്ള ചോദ്യത്തിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. ഇല്ലീഗലായിട്ട് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ലീഗലായിട്ട് മാറാൻ അതിപ്പോൾ ഒരു സ്പോൺസർ ഉണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ നമുക്ക് നോക്കാം ലീഗലായിട്ട് മാറാനുള്ള ആ മാർഗങ്ങൾ. അതിന് മെയിനായിട്ട് ഗവൺമെന്റ് നിർദ്ദേശിക്കുന്ന 2 മാർഗങ്ങൾ ഇവയാണ്. അതിലാദ്യത്തേത് നിങ്ങൾ ഇറ്റലിയിൽ നിന്ന് പുറത്തുപോയി പിന്നെ വീണ്ടും നിയമപരമായി വരിക. അതിനാണ് ഫ്ലൂസി വഴി. ഇതുതന്നെയായിരിക്കും നിങ്ങളുടെ സേഫ് ആയിട്ടുള്ള മാർഗവും. ഇറ്റലിയിൽ നിന്ന് പുറത്തു പോവുക, സ്പോൺസർ വഴി അപ്ലൈ ചെയ്യുക, അപ്രൂവ്ഡ് വിസ കിട്ടിയ ശേഷം വീണ്ടും തിരിച്ചു വരിക. ഇനി അടുത്ത ഓപ്ഷനാണ് പൊതുമാപ്പ്. ഇറ്റാലിയൻ സർക്കാർ തന്നെ ചില സമയങ്ങളിൽ അനധികൃതമായി താമസിക്കുന്ന വിദേശ തൊഴിലാളികൾക്ക് നിയമപരമായിട്ട് പേപ്പർ നൽകാറുണ്ട്. ഇതിനെയാണ് പൊതുമാപ്പ് എന്ന് വിളിക്കുന്നത്. ഇത് പക്ഷേ ഒരു സ്ഥിരം സിസ്റ്റം അല്ല. ഓർക്കേണ്ടത് എല്ലാ വർഷവും ഇത് നടക്കാറുമില്ല. വളരെ അപൂർവമായിട്ടാണ് പൊതുമാപ്പ് ഇറ്റലിയിൽ ഇറങ്ങാറുമുള്ളൂ. ഇത് അവസാനമായിട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നത് കോവിഡ് കാലത്ത് 2020-ലാണ്. അപ്പോൾ അതുപോലെയുള്ള ഏതെങ്കിലും സാഹചര്യങ്ങളിൽ മാത്രമാണ് ഈ ഒരു പൊതുമാപ്പ് ഇറക്കാറുമുള്ളൂ. അപ്പോൾ ഈ 2 ഓപ്ഷനുകളാണ് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിങ്ങൾക്ക് ലീഗലായിട്ട് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൃത്യമായി ലഭിച്ചു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ നിലനിൽക്കുകയാണെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക.
അടുത്ത വീഡിയോയിൽ നമുക്കതിനെക്കുറിച്ച് കാണാം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ വീഡിയോയ്ക്ക് മറക്കാതെ ലൈക്ക് ചെയ്യുക. ഒപ്പം ഇറ്റലിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഒപ്പം ഇതുവരെ എൻ്റെ വീഡിയോ കേട്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി. ഗ്രാസിയെ അരുവിത ഇറച്ചി.